ശക്തി ലഭിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാർ, ഈ സംവേദന സംവിധാനത്തിൽ കൂടി ശ്രദ്ധിക്കുന്ന പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഗാനങ്ങൾ ആലപിച്ച പ്രിയമുള്ളവർ, നിങ്ങൾക്കും എല്ലാവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഈ ആത്മീയ സംഗമം സംവേദനം ചെയ്യുന്ന പ്രിയമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ബൈബിൾ ക്ലാസ് എന്ന വിഷയവുമായി ഇത് കൃപയാൽ 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ കൃപയാണിത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ ഒന്നിച്ച് ചേർത്തണച്ച് ഇതുപോലെ 2 വർഷക്കാലം തുടർമാനമായി തിരുവചനം പഠിപ്പിച്ച യാതൊരു സംവിധാനവും ഉള്ളതായി എന്റെ അറിവിലില്ല. അതൊരു ചെറിയ കാര്യവുമല്ല. ദൈവിക നിർണയത്തിന്റെ ഒരു വെളിച്ചമായിട്ട് മാത്രമാണ് ഞാനതിനെ കാണുന്നത്. കാരണം 2 വർഷം തുടർമാനമായി ദൈവവചനം ഒരു സഭയ്ക്ക് വേണ്ടിയോ ഒരു മതത്തിനു വേണ്ടിയോ അല്ല, ശക്തമായ ദൈവവചനം ഘോഷിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസന് കൊടുത്ത സ്വർഗീയ നിയോഗം അദ്ദേഹവും സഭയും അദ്ദേഹത്തിന്റെ കുടുംബവും അക്ഷരം പ്രതി ഇത് നിവർത്തിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായ പ്രതിഫലം കൊടുക്കട്ടെ. എന്നേക്കാൾ എല്ലാവിധത്തിലും ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാരാണ് എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നത് എന്ന് എനിക്കറിയാം. അത് ഞാൻ മറക്കുന്നില്ല. ഈ ചൈനീസ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തയ്യക്കാരനെ ബട്ടൺ ഹോൾ വരയാൻ പഠിപ്പിക്കാൻ പോകരുത്, അബദ്ധമാണെന്ന്. അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിൽ പറയും, കൊല്ലക്കുടിയിൽ സൂചി വയ്ക്കാൻ പോകരുതെന്ന്. ഇതുപോലെ എന്നേക്കാൾ പ്രഗത്ഭരാണ് കേൾക്കുന്നവരെല്ലാവരും തന്നെ എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല, ഏറ്റവും ചെറിയവനാണ്. പ്രായം കൊണ്ട് മാത്രമേ ഉള്ളൂ അല്പം കൂടുതൽ. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പിൻപിലാണ് ഞാൻ. കാരണം വളരെയധികം കർത്താവിന് വേണ്ടി അധ്വാനിച്ച ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ മുഖമാണ് ഞാൻ ഈ കാണുന്ന. ആരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ആ ബഹുമാനത്തോടു കൂടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ടാമത്, കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 1000-ാം ആണ്ട് വാഴ്ച അഥവാ സഹസ്രാബ്ദ വാഴ്ച അഥവാ മില്ലേനിയൽ കിങ്ഡം എന്ന് പറയുന്ന വിഷയം തികച്ചും പ്രവചന അധിഷ്ഠിതമാണ്. ഈ വിഷയം അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. അതും പ്രവചന അധിഷ്ഠിതമായിരുന്നു എങ്കിലും അത് ചിന്തിക്കുവാൻ ഒരല്പം എളുപ്പം അഥവാ ലളിതമുണ്ടായിരുന്നു. കാരണം അന്ത്യകാലങ്ങളെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിവർത്തിച്ചത് ലോകത്തിലെ സംഭവങ്ങളിൽ കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. വിശേഷാൽ നമ്മുടെ കർത്താവ് തന്നെ അന്ത്യകാലത്തെക്കുറിച്ചും തന്റെ വരവിനെ കുറിച്ചും 21 പ്രവചനങ്ങൾ പറഞ്ഞു. ആ 21 പ്രവചനങ്ങളും നിവർത്തിച്ചത് നമ്മൾ ചിന്തിച്ചു. ഒടുവിൽ 21-ാമത് കർത്താവ് പറഞ്ഞ ഇസ്രായേലിനെ കുറിച്ച് അത്തി തളർക്കും. അപ്പോൾ ആ 21 പ്രവചനങ്ങളും ചിന്തിക്കുകയും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചത് നിവർത്തിക്കുന്നത് കാണുമ്പോൾ അന്ത്യകാലത്തെ കുറിച്ച് ചിന്തിക്കാൻ എളുപ്പമാണ്. എന്നാൽ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുന്നതല്ല. അതിന്റെ സൂചനകൾ തിരുവചനത്തിൽ ഉണ്ട് എങ്കിലും അത് മാർമികമായി ഇന്നും അവശേഷിക്കുകയാണ്. ഏതാനും ചില സൂചന തികച്ചും പ്രവചന അധിഷ്ഠിതമാണ്. വേദപുസ്തകത്തിൽ ഈ സഹസ്രാബ്ദത്തെ കുറിച്ച് ഒരു ഭാഗത്ത് മാത്രമേ വ്യക്തമായി പറയുന്നുള്ളൂ. അവിടെ 6 പ്രാവശ്യം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിലാണ്. അത് നമുക്ക് കേൾക്കാം. വെളിപ്പാട് 20-ന്റെ 2 മുതൽ പ്രിയപ്പെട്ട മേരിക്കുട്ടി സിസ്റ്ററും ജോർജ് ബ്രദറും വളരെ ഉത്സാഹത്തോടെ വായിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു.
അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇതാണ് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആധികാരികമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വചനം. മറ്റ് തിരുവചനത്തിൽ ഒരു സ്ഥലത്തും ഇത്രയും വ്യക്തമായി ഈ 1000 ആണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ 6 പ്രാവശ്യം പറയുന്നുണ്ട് 1000 വർഷമെന്ന്. ഇതിനെയാണ് നമ്മൾ ചിന്തിക്കാൻ പോയത്. എന്നാൽ ഇത് വളരെ ആഴമായ നിഗൂഢമായ കാര്യങ്ങളാണ്. കാരണം യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴി ഒരുക്കുവാൻ വന്നു. കർത്താവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. എന്നാൽ അവനോ വളരണം, ഞാനോ കുറയണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ ഒരു യാഗം, പരമയാഗമാണ് അദ്ദേഹം പറഞ്ഞതും പ്രതീക്ഷിച്ചതും. താൻ തടവിലായപ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാരെ അയച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? അത് യോഹന്നാന്റെ കൃപ പോയതൊന്നും അല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. യോഹന്നാന്റെ കൃപ പോയതോ കുറഞ്ഞതോ അല്ല. യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തതൊരു യാഗമാകാൻ പോകുന്ന യേശുവിനെയാണ്. അത് എപ്പോൾ യാഗമാകും, തന്റെ സമയത്ത് യാഗമാകുമോ എന്നുള്ളത് തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തില്ല. യോഹന്നാൻ തടവിൽ കിടക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ച വർത്തമാനം, യേശുവിനെ വളരെയധികം ഹാർദവമായി ജനങ്ങൾ സ്വീകരിക്കുന്നു, ആഘോഷത്തോടെ കൊണ്ടു നടക്കുന്നു, 5000 6000 കൂടുന്നു എന്ന് കേട്ടപ്പോഴാണ് യോഹന്നാൻ ഉണ്ടായത് ഈ യാഗം എപ്പോൾ, അതുകൊണ്ടാണ് വരുവാനുള്ളവൻ നീ എന്ന് ചോദില്ല. കൃപ പോയതോ പിന്മാറിയതോ അല്ല. കാരണം അദ്ദേഹത്തിന് അത്രയും മാത്രമേ വെളിപ്പെടുത്തി കൊടുത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് പൗലോസ്ലീഹ ആദ്യമേ പറഞ്ഞത്. എന്താണ്? കൊരിന്ത്യ ലേഖനക്കാരോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. തന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അന്ത്യകാഹളനാദത്തിങ്കൽ കർത്താവ് വരും, നമ്മൾ രൂപാന്തരപ്പെടും. തന്നെ കൂടെ ചേർത്താ പറഞ്ഞപ്പോൾ തന്റെ ധാരണ തന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് വരുമെന്ന താൻ ധരിച്ചിരുന്നത്. എന്നാൽ ഒടുവിൽ 60കളിൽ റോമൻ ജയിലിൽ കിടക്കുമ്പോൾ തനിക്ക് മനസ്സിലായി തന്റെ കാലത്ത് കർത്താവ് വരത്തില്ല. അന്നേരം താനത് എഴുതുന്നുണ്ട്. ശരിക്കും ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം തകച്ചു, ഓട്ടം തികച്ചു, തന്റെ അവസാനം. ഇതുപോലെ ഈ മാർമിക വിഷയങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ആർക്കും. ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ മനുഷ്യരായി ജനിച്ചവർക്ക് ആർക്കും ഇതിന്റെ മർമ്മം ശരിക്കും വെളിപ്പെടുത്താനൊക്കെ തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒട്ടും സാധിക്കത്തില്ല. അത്ര ആഴമാണ് ഈ വിഷയം. എങ്കിലും ദൈവത്തിന് നമ്മുടെ മേലൊരു കൃപയുണ്ട്. നമുക്ക് നോക്കി അറിയാം. സാധാരണ ക്രൈസ്തവ ലോകം, ക്രൈസ്തവ സഭകളെല്ലാം നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അവരാരും അന്വേഷിക്കുന്നില്ല. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക്, പെന്തിക്കോസ്തുകാരായ നമുക്കൊരു പ്രത്യേക കൃപയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ സമുദ്രത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചു. സമുദ്രത്തിന്റെ സകല മർമ്മങ്ങളും സയൻസ് പഠിച്ചു. സമുദ്രം 3 ഭാഗമാണ്: എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ. ഇങ്ങനെയെല്ലാം പഠിച്ചു. അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ 700 മടങ്ങ് പ്രഷർ, ഇതെല്ലാം ഇന്ന് പഠിച്ചു. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ സമുദ്രത്തെക്കുറിച്ച് വലിയ കാര്യമായി ജ്ഞാനമൊന്നും ഇല്ലായിരുന്നു. ഡീപ് ബ്ലൂ സീ എന്നല്ലാതെ ഒന്നും പറയത്തില്ലായിരുന്നു. ഒരു നിശ്ചയവുമില്ലാതിരുന്ന കാലത്താണ് 1818 ബ്രിട്ടീഷുകാരനായ ജോൺ റോസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ആഴക്കടൽ എന്താന്ന് ഏതാണ്ട് കണ്ടുപിടിച്ചത്. ഇതുപോലെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് ക്രൈസ്തവ ലോകം നിന്റെ രാജ്യം വരണമേ എന്നുള്ള ഒരു വാക്കിൽ നിൽക്കുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ അല്പം കൂടെ ആഴമായിട്ട് പഠിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നിരിക്കുന്നത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ നിൽപ്പ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണോ എന്ന് ചിന്തിക്കാനുമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ പ്രിയമുള്ളവരുടെയും പ്രാർത്ഥന ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത്ര ആഴമായ ഡീപ് സബ്ജക്റ്റ് ആണ്. ഭൂമിയിൽ ഭാവിയിൽ സംഭവിക്കാൻ ഉള്ളത് യോഹന്നാന് മറനീക്കി കൊടുത്തതാണല്ലോ വെളിപ്പാട് പുസ്തകം, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം. ആ വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായ വിശുദ്ധ യോഹന്നാനെ കർത്താവിന്റെ ദർശനം ഉണ്ടാകുന്നത് നമുക്ക് കാണാം. 2ഉം 3ഉം അധ്യായങ്ങളിൽ സഭ ആരംഭിക്കുന്ന പെന്തക്കോസ്ത് ദിവസം മുതൽ ഈ ഭൂമിയിൽ സഭ അവസാനിക്കുന്ന റാപ്ചർ വരെയുള്ള ഈ 2000 നൂറ്റാണ്ടിന്റെ ക്രൈസ്തവ സഭയുടെ ചരിത്രം, പതനം, ഉയർച്ച, ചെയ്യേണ്ട അഡ്വൈസ്, ഇത് നൽകിയതാണല്ലോ 7 സഭകൾക്കുള്ള ദൂത്.
ആ 7 സഭകൾക്കുള്ള ദൂത് കഴിയുമ്പോൾ 3-ാം അധ്യായം തീരുന്നു. 4-ാം അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാനോട് പറയാണ്, സ്വർഗത്തിൽ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ യോഹന്നാൻ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മേലാൽ സംഭവിക്കാനുള്ള 10 കാര്യങ്ങളാണ് വെളിപ്പെടുത്തി കൊടുത്തതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ 10 കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം വെളിപ്പെടുത്തൽ നിർത്തി. ആ 10 കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ 11 ദിവസത്തെ ക്ലാസ്സിൽ എടുത്തതാണെങ്കിലും വ്യത്യസ്തമായ ജനങ്ങളാണ് ഇന്ന് കേൾക്കുന്നുണ്ട്. വളരെ വേഗം ഞാൻ ആ 10 കാര്യങ്ങളൊന്ന് വളരെ വേഗം പറയാം. റെഫറൻസുകൾ ഞാൻ പറയാം, സിസ്റ്റർ വായിക്കേണ്ട, സമയം ലാഭിക്കാൻ. ഇതിന്റെ ബാക്കി റെഫറൻസ് വായിച്ചാൽ മതി. ആർക്കെങ്കിലും അറിയുന്നവർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. 10 സംഭവങ്ങളാണ് മേലിൽ സംഭവിക്കാൻ പോകുന്നത്. 1, റാപ്ചർ. നമ്മൾ 4 ദിവസം പഠിച്ചതാണ്. ഉൽപ്രാവണനം ഈ തലമുറയിൽ 1 തെസ്സലോനിയർ 4:16 കാണാം. 2, 7 വർഷത്തെ ഡെബിളിക് റൂളിംഗ്. അതിന് ദൈവദാസന്മാർ പറയും മഹോപദ്രവകാലം, പൈശാചിക ഭരണം. 7 വർഷം. വെളിപ്പാട് 6:1. 3-ാമത്തെ സംഭവം ദൈവപുത്രനായ ക്രിസ്തുവും സാത്താന്യ ശക്തികളുമായിട്ടുള്ള അക്ഷരീയ യുദ്ധം. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഭൂമി ഉണ്ടായി മുതൽ സാത്താനും ദൈവവുമായി ഒരു അക്ഷരീയ യുദ്ധം നടന്നിട്ടില്ല. ആ യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് അർമഗദോൻ യുദ്ധം. വെളിപ്പാട് പുസ്തകം 16:16 19:19 കാണാം. 4-ാമത്തെ സംഭവം മഹോപദ്രവത്തിൽ എതിർക്രിസ്തുവിനോട് ചേർത്ത് നിന്ന രക്തസാക്ഷികളായവരെ ഉയർപ്പിക്കുന്നത് 1-ാം പുനരുദ്ധാനം, ഫസ്റ്റ് റിസറക്ഷൻ. വെളിപ്പാട് 20:1. 5-ാമത്തെ സംഭവം ഇസ്രായേലിന്റെ യഥാസ്ഥാപനം, റെസ്റ്റോറേഷൻ ഓഫ് ജൂയിഷ് കമ്മ്യൂണിറ്റി. യെശയ്യാവ് 49:22, 60:14. 5-ാമത്തെ സംഭവം. 6-ാമത്തെ സംഭവമാണ് മില്ലേനിയൽ കിങ്ഡം. യേശുവിന്റെ രാജ്യത്വം, അക്ഷരീയ രാജ്യത്വം ഈ ഭൂമിയിൽ 6 വർഷം. 1000 വർഷം. യെശയ്യാവ് 32. 7-ാമത്തെ സംഭവം അതുകൂടെ പറയണമല്ലോ, അന്ത്യയുദ്ധം. അതിന് വേദപുസ്തകം പറയുന്നത് ഗോഗ് മാഗ് വാർ. വെളിപ്പാട് 20:8. 8-ാമത്തെ സംഭവം ക്രിസ്തുവിന്റെ ഒടുവിലത്തെ ന്യായാസനം. കർത്താവിന് 7 ന്യായാസനങ്ങളുണ്ട്. അതിൽ 7-ാമത്തെ ന്യായാസനമാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ധവള സിംഹാസന ന്യായവിധി. നമ്മൾ പറയും വെള്ള സിംഹാസന ന്യായാസനം. വെളിപ്പാട് 20:11. 9-ാമത്തെ കാര്യം പുതിയ ആകാശം, പുതിയ ഭൂമി. ഈ ഭൂമി തകർന്നത്, ഇത് കത്തിച്ചു കളയും. ഇത് പുതുക്കത്തില്ല, റിന്യൂ ചെയ്യത്തില്ല, ഇത് കത്തിച്ചു കളയും. വെളിപ്പാട് 21. 10-ാമത്തെ സംഭവം വെളിപ്പാട് 21:9 പുതിയ യെരൂശലേം. അബ്രഹാം ദർശനത്തിൽ കണ്ട ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതും വേദപുസ്തകം വെളിപ്പെടുത്തുന്ന 85 ലക്ഷം അടി പൊക്കം, വീതി, ഉയരമുള്ള അതിമനോഹരമായ ഒരു സൗധം ഇറങ്ങി വരുന്നു. ഇതാണ് അതിനകത്തെ ദൈവമക്കളെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു. അവിടെ നമ്മുടെ നിത്യത ആരംഭിക്കുന്നു. ബിഗിനിങ് ഓഫ് അവർ ഇറ്റേർണിറ്റി. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും വേദപുസ്തകം നമ്മളെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിൽ 6-ാമത്തെ സംഭവമാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ച. സഹസ്രാബ്ദ വാഴ്ചയെ ചിന്തിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള പ്രധാനപ്പെട്ട 3-ാമത്തെ സംഭവമായ അർമഗദോൻ യുദ്ധം അത് ചിന്തിച്ച ശേഷം കയറിയെങ്കിൽ മാത്രമേ നമുക്കതിന്റെ ഓർഡർ സാധിക്കത്തുള്ളൂ. 3-ാമത്തെ സംഭവം അതാണ് നമ്മളിപ്പോൾ ഉടനെ അവിടെ മുതൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഉൽപ്രാവണത്തോടെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്നും മാറുന്നു. 2 തെസ്സലോനിയർ 2:7 കാണാം. തുടർന്ന് സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ എന്ന 3 പൈശാചിക ശക്തികൾ ദൈവിക തൃത്വത്തെ അനുകരിച്ചുകൊണ്ട്, ദൈവിക തൃത്വം അവർക്കറിയാം, ഭൂമിയിൽ ദൈവമാകുവാൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ എന്ന ഈ വിധത്തിൽ ഈ ലോകത്തിൽ അതിശക്തമായ പൈശാചിക ഭരണം നടത്തുമ്പോൾ ദൈവക്രോധം ഈ ഭൂമിയിലേക്ക് വീഴുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കാണാം, ദൈവത്തിന്റെ 21 ആക്ഷൻ ഉണ്ട് ക്രോധത്തിന്റെ. അത് 21 ആക്ഷൻ ക്രോധം ഈ ഭൂമിയിലേക്ക് വീഴുകയാണ്. വീഴുമ്പോൾ സൂര്യൻ 3 പ്രാവശ്യം തകരും. 6:12 കാണാം, കരിമ്പടം പോലെ തകരുന്നു. വെളിപ്പാട് 8:12 കാണാം, 1/3 കംപ്ലീറ്റ് പ്രകാശം പോകുന്നു. വെളിപ്പാട് 16:8 കാണാം, അതിശക്തമായ സോളാർ ഫ്ലയർ. അങ്ങനെ സൂര്യൻ തകരുന്നു, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രധാനമായിട്ട് ആകാശത്തിന്റെ തട്ടുകൾ എല്ലാം ഇളകി മാറുന്നു.
ആകാശത്തിന്റെ തട്ടുകൾ ഇളകി മാറുന്നു, ജലം മുഴുവൻ രക്തമയമാകുന്നു, സമുദ്രം രക്തമാകുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്നും പറന്ന് ലോകമെമ്പാടും നടന്ന മനുഷ്യരെ കുത്തി നോവിച്ചുദ്രവിക്കുന്ന ഫ്ലൈയിങ് സ്നേക്ക്, പറക്കുന്ന പാമ്പുകൾ, വെളിപ്പാട് 9:13 കാണാം. മഹോദരത്തിലാണ്. മാത്രമല്ല, ആ പ്രത്യേക കാലഘട്ടത്തിലേക്ക് മനുഷ്യരെ തേളുകുത്തുന്നത് പോലെ കുത്തി നോവിക്കുന്ന അധോലോക ജീവികളുടെ വരവെ നമ്മളത് പഠിച്ചതാണ്. വെളിപ്പാട് 9 അധ്യായത്തിൽ കാണാം, വെളിപ്പാട് 16 കാണാം. ശരീരം മുഴുവൻ വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചവർ, ഇങ്ങനെ ശാരീരികമായും മാനസികമായും സകല വിധത്തിലും തകർന്ന ജനസമൂഹം, തകർന്ന പ്രകൃതി, തകർന്ന സൂര്യൻ, ചന്ദ്രൻ, ആകാശത്തട്ടുകൾ, രക്തമായ സമുദ്രം, ശരീരം മുഴുവൻ വല്ലാത്ത വ്രണങ്ങൾ, പറക്കുന്ന ഫ്ലൈയിങ് സ്നേക്സ്, പറക്കുന്ന പാമ്പുകൾക്കാൽ കുത്തുന്നു, അധോലോക ജീവികളാൽ സംഭവിക്കുന്നു. ഇങ്ങനെ സാത്താൻ അടച്ചു ഭരിച്ച് 7 വർഷം തികയുമ്പോൾ അവന്റെ കാലം തീരുവാൻ പോകുകയാണെന്ന് അവൻ അറിയാം. തനിക്ക് സമയം തീർന്നു. ഉടൻ അവൻ അടുത്തൊരു പരിപാടി ചെയ്യും. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ നമുക്കത് കാണാം. വെളിപ്പാട് 16:13. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. 3 അശുദ്ധാത്മാക്കളെ കുറിച്ച് 2000 വർഷം മുമ്പ് അന്ന് യോഹന്നാൻ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയതാണ്. 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു. അടുത്ത വാക്യം അത് ചേർന്ന് വായിച്ചാട്ടെ. 16:13. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഭൂതാത്മാക്കൾ തന്നെ. ഇത് അന്ന് അങ്ങനെ എഴുതിയെങ്കിൽ ഇന്ന് നമ്മൾക്ക് ശാസ്ത്രം വികസിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 3 അശുദ്ധാത്മാക്കൾ എന്ന് എഴുതിയിരിക്കുന്നത് അന്നത്തെ മഹോപദ്രവകാലത്തെ മനുഷ്യരെ സാത്താൻ അമ്മാനമാടി നിയന്ത്രിക്കുന്ന 3 സംവിധാനമാണ്. ഒന്ന്, കാര്യക്ഷമതയുടെ പേരിൽ ശരീരത്തിൽ 666 പ്രിന്റ് ചെയ്ത ചിപ്പുകൾ ഘടിപ്പിച്ച് അതിൽ കൂടി സകല ആളുകളെയും കൺട്രോൾ ചെയ്യുന്ന സംവിധാനം. 2, റിമോട്ട് ന്യൂറോ മോണിറ്ററിംഗ്, RNM, റിമോട്ട് ന്യൂറോ മോണിറ്ററിംഗ് പ്രകാരം മനുഷ്യന്റെ ചിന്തകളെ മുഴുവൻ വലിച്ചെടുത്ത് എന്താ ചിന്തകളെന്ന് നോക്കി അതിനെ കൺട്രോൾ ചെയ്ത് അവൻ ഇഷ്ടപ്പെടാത്ത ചിന്തകളാണെങ്കിൽ അതേ സിസ്റ്റത്തിൽ കൂടി മനുഷ്യരെ ഉപദ്രവിക്കുന്നത്. 3, അവന്റെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന ന്യൂറോ സിസ്റ്റത്തെ ചിന്തകളെയും മന്ദീഭവിച്ച് വികലമാക്കുന്ന സിറം കണ്ടുപിടിച്ചത് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് മനുഷ്യരെ മുഴുവൻ മന്ദബുദ്ധികളാക്കുവാൻ സാധിക്കും. ഇതെന്ന് തെളിയിച്ചു കഴിഞ്ഞ ലോകം. ഈ 3 അശുദ്ധാത്മാക്കൾ എന്നെന്ന് എഴുതിയത് ഈ 3 കാര്യങ്ങൾ ആകാനായിരിക്കുമല്ലോ കൂടുതൽ സാധ്യത. അങ്ങനെ മന്ദീഭവിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ലോകം അവന്റെ തേർവാഴ്ച ഇങ്ങനെ തീരുകയാണ്. അപ്പോഴാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ സമയമായി. എന്താണ്? ഇവനെ ഇല്ലായ്മ ചെയ്യണം. അതാണ് അർമഗദോൻ യുദ്ധം. അപ്പോൾ കർത്താവിന്റെ അടയാളം കാണാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 30 വാക്യം വായിക്കാം. മത്തായി 24:30. അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. നോക്കിക്കേ ദൈവമക്കളെ, ഇത് കർത്താവിന്റെ സഭയെ ചേർക്കാൻ വരുന്ന വരവല്ല. അന്ന് ആരും പ്രലപിക്കത്തില്ല. സഭയെ ചേർക്കാൻ കർത്താവ് വരുമ്പോൾ ദൈവമക്കൾ രൂപാന്തരപ്പെടുക. ഇത് ജനങ്ങൾ ആർത്തനാദം മുഴക്കുക. കാരണം ഒരു തരത്തിലും ജീവിക്കാൻ മേല. 3 വിധത്തിലുള്ള പവറിൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച്, ചിന്തകളെ നിയന്ത്രിച്ച്, സ്വഭാവത്തെ മാറ്റുന്ന സിറം ഇഞ്ചക്ട് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി ആരാലും രക്ഷപ്പെടാൻ സാധിക്കാതെ മനുഷ്യരിങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞിരിക്കുമ്പോൾ ആകാശത്തിൽ ഇതാ വരുന്നൊരു വലിയ പ്രകാശം. കർത്താവായ യേശു ഇറങ്ങി വരികയാണ്. തന്റെ മക്കളുമായി ഇറങ്ങി വരുന്നത് കാണുകയാണ്. അതുകൊണ്ടാണ് ഇവർ നിലവിളിച്ചുകൊണ്ടോടുകയാണ്. അന്നൊരു നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി 1:11 പറഞ്ഞ അതേ വാക്യം നിവർത്തിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1:11 വായിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്?
നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അത് നിവർത്തിക്കാൻ പോണെ. കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് ഒലിവ് മലയിൽ നിന്നാണ്. നമുക്കറിയാം, ഇവിടെ പറയുന്നു ആകാശത്തിൽ അവന്റെ അടയാളം വിളങ്ങും. കർത്താവ് ഇറങ്ങി വരികയാണ്. വെളിപ്പാട് പുസ്തകം 19:11 കാണാം. ഭൂമിയിലെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ. ആർക്കും ആശയ്ക്ക് വകയില്ല, ആർക്കും ഒരു സന്തോഷമില്ല. മൃഗങ്ങളെക്കാൾ ഹീനമായ രീതിയിൽ മനോസ്ഥിതിയിൽ കഴിയുമ്പോൾ സ്വർഗത്തിലെ നമ്മുടെ കർത്താവ് ഇങ്ങോട്ട് വരികയാണ്. ആ പ്രകാശം കാണും. അതാണ് ജനം പ്രലപിക്കുന്നത്. രക്ഷിക്കണമേ എന്ന് പ്രലപിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ഉടനെ വെളിപ്പാട് 19:11 അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിനുമേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. സത്യവാനും എന്ന പേർ. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർബലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. നോക്കിക്കേ, അവന് ദൈവവചനം എന്ന് പേർ. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി താൻ യാഗമായതിന്റെ പ്രതീകമായി രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ കന്യകമറിയാമിൽ ജനിച്ച യേശുവല്ല ഈ വരുന്നത്. തച്ചന്റെ മകനെന്ന് ചിന്തിച്ച യേശുവല്ല. തലയിൽ അനേകം രാജമുടികൾ, ഒരു പേരുമുണ്ട്. തേജോമയനായ യേശു ഇങ്ങോട്ട് വരികയാണ്. സ്വർഗത്തിലെ സൈന്യം, രണ്ട് വിധത്തിലുള്ള സൈന്യം. ഒന്ന്, കോടാകോടി ദൂതന്മാർ, എത്രയും നമുക്കറിയത്തില്ല, സന്നാഹത്തോടെ വരികയാണ്. ദൂതന്മാർ കൂടെ വരുന്നു. രണ്ട്, തന്റെ കാന്തയായ സഭ. കാരണം ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. 1 തെസ്സലോനിയർ 4:16-17 വായിക്കുമ്പോൾ കാണാം, റാപ്ചർ കഴിഞ്ഞാൽ പിന്നെ നിത്യതയിൽ കർത്താവിനെ വിട്ടൊരു പിരിഞ്ഞൊരു പരിപാടി ദൈവമക്കൾക്കില്ല. അപ്പോൾ കർത്താവ്, ദൂതന്മാർ, ദൈവസഭ അഥവാ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ, കർത്താവിന്റെ ആദ്യത്തെ ആ രഹസ്യ വരവിൽ അറിയാമല്ലോ, പർദീസയിൽ നിന്നും ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ എല്ലാം പുറത്തു വന്നപ്പോൾ അതിനകത്ത് ഇന്ന് വരെ മരിക്കുന്ന വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ട്. അതോടൊപ്പമാണ് പുതിയ നിയമ ദൈവസഭ. അപ്പോൾ ഈ കൂട്ടരാണ് ഇങ്ങോട്ട് വരുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് എവിടെ വരും? സക്കറിയാ പ്രവചനം 14:4 വായിക്കാം. സക്കറിയാ പ്രവചനം 14:4. അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്കും പടിഞ്ഞാറുമായി നടുവേ പിളർന്നു പോകും. 2600 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനം കർത്താവ് ഒലിവുമലയിൽ ചവിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, ഒലിവുമല സൈഡിലുള്ള 7 സ്റ്റാർ ഹോട്ടലുകൾ വെക്കേറ്റ് ചെയ്യണമെന്നുള്ള ചിന്തയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശാസ്ത്രലോകം. അവിടുത്തെ ജിയോളജിക്കൽ സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത് ഒലിവുമലയുടെ അടിയിൽ ഉള്ളിൽ അതിശക്തമായ ഒരു ഇരമ്പൽ കേൾക്കുന്നുണ്ട്. ആ ഇരമ്പൽ കേൾക്കുന്നതിനാൽ ഏത് സമയത്തും അത് പിളർന്നു മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ നമ്മൾ പാടുന്നില്ലേ? ആ ഒലിവുമല ഇപ്പോൾ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുന്നു. അത് കർത്താവിന്റെ പാദം അവിടെ ചവിട്ടുമ്പോൾ അത് രണ്ടായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അന്ന് മുമ്പേ വായിച്ചു കേട്ട പ്രവചനം നിവർത്തിക്കും. കർത്താവ് സ്വർഗത്തിലേക്ക് പോയതുപോലെ വരും. ഒലിവുമലയിൽ നിന്ന് പോയി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. നമ്മൾ ഈ പോകുന്ന പ്രൈസ് ദി ലോർഡ് രൂപത്തിലല്ല വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലല്ല. നാം രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരത്തിന് വരുന്ന വ്യത്യാസങ്ങൾ പുറകെ നമ്മൾ ചിന്തിക്കും. നമ്മൾ തേജസ്സോടെ വരികയാണ്. നമ്മളുടെ ഈ ശരീരം അല്ലല്ലോ ഇന്നത്തെ CV ആൻഡ്രൂസ് പാസ്റ്ററോ PV മാത്യു പാസ്റ്ററോ ജോർജ് ഒന്നും അല്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ്. തേജസ്സോടെ നമ്മൾ കർത്താവിന്റെ ഒപ്പം വരികയാണ്. ഈ തേജസ്സോടെ കർത്താവിന്റെ ഒപ്പം വരുമ്പോൾ, ദൂതന്മാരുമായി വരുമ്പോൾ, എതിർ ക്രിസ്തുവിനറിയാം ഇതാരാണെന്ന്. എന്നാൽ അവൻ ബോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകയാൽ അവന്റെ കാലവും തീരുമെന്നും അറിയാം. അവൻ തന്റെ ഫോട്ടോഗ്രാഫർമാരെ കൊണ്ട് ഈ പടം ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ വഴി ലോകത്തിൽ മുഴുവൻ പ്രദർശിപ്പിക്കും. ഏതാ? ഒലിവുമല രണ്ടായിട്ട് കീറി നിൽക്കുന്നു. അതിനടിയിലേക്ക് തേജസ്സോടെ ഒരു വലിയ സംഘം, നടുവിൽ അനേകം രാജമുടികൾ ധരിച്ച കർത്താവ്, ചുറ്റിലും മാലാഖമാർ, അതിന്റെ ദൈവമക്കൾ നിൽക്കുന്നത് കാണുമ്പോൾ ഇവനിത് സോഷ്യൽ എന്നറിയാമല്ലോ, സകല വാർത്തകളും അന്നേരം ലോകം മുഴുവൻ അറിയിക്കുന്നതിന് ഒരു കാരണം ഇതാണ്. ലോകത്തിൽ ഏത് സംഭവം
എവിടെ നടന്നാലും നമ്മളത് ലൈവായിട്ട് കാണുന്നില്ലേ? ഇതുപോലെ ഇത് ലോകത്തെ ലൈവായിട്ട് കാണിച്ചിട്ട് അവൻ പറയും, ഇത് അന്യഗ്രഹ ജീവി, ലോകത്തിൽ നിന്നും മറ്റേതോ ഗ്രഹത്തിൽ നിന്നും പ്രത്യേക ജീവികൾ വന്ന് ഒലിവുമലയിൽ തമ്പടിച്ചിരിക്കുന്നു. അവർ കാലുകുത്തിയപ്പോഴേ നിങ്ങൾ കണ്ടില്ലേ, ഈ മല കീറിപ്പോയി. ഇത് ഈ കൂട്ടറിനി വേറെ എങ്ങും പടരാതിരിക്കാൻ ഇവരെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം. അവൻ ലോകത്തിന്റെ ഭരണകർത്താവാകയാൽ അവൻ ലോകത്തിന്റെ മിലിറ്ററിയെ അവിടെ വരുത്തും. അതാണ് അർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഇന്നത്തെ യുദ്ധം പോലൊരു യുദ്ധമല്ല. ഇന്നത്തെ യുദ്ധത്തിൽ മിസൈലുകൾ അടിക്കുകയല്ലേ. അന്ന് എതിർ ക്രിസ്തുവിന്റെ മിസൈൽ അടിക്കത്തില്ല. കാരണം എങ്ങോട്ടാ മിസൈൽ അടിക്കുന്നത്? ഇന്ന് മിസൈൽ അടിക്കുന്നത് ഒരു രാജ്യത്തിന് ഇഷ്ടമില്ലേ, മറ്റേ രാജ്യത്തിന് മിസൈൽ അടിക്കുന്നു. ഇത് അവൻ മിസൈൽ അടിച്ചാൽ ഇത് എവിടെയാ? യെരുസലേമിലാ കർത്താവ് വന്നിരിക്കുന്നത്. അവിടെ മിസൈൽ അടിച്ചാ അവന്റെ ഓഫീസും അവിടെ തന്നെ എതിർ ക്രിസ്തുവിന്റെ. അവിടെ മിസൈൽ അടിച്ചാ അവിടെ അടിക്കാനൊക്കത്തില്ല. അപ്പൊ മിസൈൽ യുദ്ധമല്ല, അവൻ തന്റെ സൈന്യത്തെ, ലോകത്തിന്റെ മിലിറ്ററിയെ എല്ലാം കൊണ്ടുവരും. അതാണ് അർമഗദോൻ. ചരിത്രത്തിൽ പല പ്രാവശ്യം യഹൂദന്മാരെ ജാതികൾ ആക്രമിച്ചപ്പോൾ ഇടിവെട്ടിച്ചും കടന്നലി അയച്ചും എല്ലാം യഹൂദനെ രക്ഷിച്ച 1500 ഏക്കർ സ്ഥലമുള്ള ഷാരോൻ സമഭൂമിക്കടുത്തുള്ള മെഹിദോ താഴ്വര ഇന്നും ഇസ്രായേൽ ഗവൺമെന്റ് ഒരു പെർമനന്റ് കൺസ്ട്രക്ഷൻ ചെയ്യാതെ ടെമ്പററി കൃഷി മാത്രം ചെയ്തിട്ടിരിക്കുന്നത് ഇസ്രായേലിൽ പോയി നിങ്ങൾ കണ്ടു കാണുമല്ലോ. കണ്ണായ ജെറുസലേം പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്തെ 1500ഓളം ഏക്കർ സ്ഥലം, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതാണ്ട് ചിക്കാഗോ എയർപോർട്ടിന്റെ വിസ്തീർണം 7200 ഏക്കറാണ്. അതിന്റെ ഏതാണ്ട് ഒരു 1/4 വിസ്തീർണതയിൽ ഉള്ള സ്ഥലം ഇസ്രായേൽ ഗവൺമെന്റ് പെർമനന്റ് കൺസ്ട്രക്ഷൻ ഉള്ള യാതൊരു കൺസ്ട്രക്ഷൻ നടത്താതെ ഇട്ടിരിക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഗൈഡിനോട് ചോദിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ റബിമാർക്ക് വെളിപ്പെട്ടു, ഞങ്ങളുടെ മശിക ഇവിടെ ഇറങ്ങി വരാനുള്ള സ്ഥലമാണെന്ന്. അതാണ് അർമഗദോൻ. അവിടേക്ക് അവന്റെ സൈന്യത്തെ കൊണ്ടുവരുമ്പോൾ കർത്താവും നാമും യെരുസലേമിൽ ഒലിവുമലയിൽ ഇറങ്ങിയ നമ്മൾ, അവരോഹണം ചെയ്ത നമ്മൾ കർത്താവിനോടൊപ്പം നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ഒരു വെടിയും വെക്കണ്ട, ഒരു മിസൈലും അയക്കണ്ട, ഒരു ബോംബും അടിക്കണ്ട. യേശുവിന്റെ ശക്തി അവിടെ തെളിയാൻ പോവുകയാണ്. വായിക്കാം, വെളിപ്പാട് 19:19-20 വായിക്കാം. വെളിപ്പാട് 19:19-20. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ വരുത്തും. എല്ലാത്തിനും ലോകത്തിലെ ജനത പട്ടാളത്തിന് അറിയാൻ മേല. അവരെ ധരിപ്പിക്കുന്ന ഇതാണ്, ഒരു കൂട്ടർ വന്നിരിക്കുന്നു, എല്ലാം ദൈവമില്ലെന്ന് പറയുന്ന പുള്ളികളല്ലേ. അതിനെ തകർക്കാൻ മനുഷ്യൻ നിർമ്മിച്ച തോക്കുമായിട്ട് വന്നിരിക്കുക. എവിടെ? സകലത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ തോൽപ്പിക്കാൻ മനുഷ്യൻ നിർമ്മിച്ച തോക്കുമായിട്ട്, ആയുധങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഒന്നും ചെയ്യത്തില്ല. കർത്താവിന്റെ ആജ്ഞയാൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി യാതൊരു വിസ്താരവും ഇല്ല, നേരെ ഗന്ധകം കത്തുന്ന പൊയ്കയിലേക്ക് തള്ളിക്കളയും. അതാണ് നമ്മൾ 2 തെസ്സലോനിക്കർ 2:7 കാണുന്നത്. കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. ഗെത്സമന തോട്ടത്തിൽ കർത്താവിനെ പിടിക്കാൻ വന്ന ചേവകരോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. കർത്താവ് പറഞ്ഞത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ശബ്ദത്തിൽ വന്നവൻ എല്ലാം താഴെ വീണു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ കർത്താവിന്റെ ആ ശക്തി അങ്ങോട്ട് ഇൻസർട്ട് ചെയ്യുമ്പോൾ, ഒന്ന് കള്ളപ്രവാചകൻ, എതിർ ക്രിസ്തു, രണ്ടിനെയും താഴെ ഇട്ടിട്ട് ദൂതന്മാർ പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന പൊയ്യയിലേക്ക് തള്ളിക്കളയും. എനിക്കും നിങ്ങൾക്കും നേരിട്ട് കാണാൻ സാധിക്കുന്ന പരിപാടിയാണ്. നമ്മളെ പ്രലോഭിപ്പിച്ച് പാപത്തിൽ വീഴ്ത്തി പിന്മാറ്റത്തിൽ കൊണ്ടുപോയി നമ്മുടെ നിത്യത കളയുവാൻ ശ്രമിച്ച സാത്താനെ നമ്മുടെ തേജസ്സിന്റെ ശരീരത്തിന്റെ മുമ്പിൽ വെച്ച് തേജോമയനായ കർത്താവെ, പ്രൈസ് ദി ലോർഡ്, ഗന്ധകം കത്തുന്ന പൊയ്യയിലേക്ക് എറിയും. പ്രൈസ് ദി ലോർഡ്. 2 സാത്താനെ എന്ത് ചെയ്യും? 20:1 വായിക്കാം. 20:1. ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു.
1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു അടച്ചു. ദൈവിക നിർണയപ്രകാരം സാത്താനെ അന്നേരം ഇല്ലായ്മീകത്തില്ല. അന്ധതമസിന്റെ ചങ്ങലയിട്ട് സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ, ഭൂമിയുടെ ഏറ്റവും അടിയിലത്തെ ഭാഗം പാതാളം, അധമപാതാളം, അഗാധ കൂപം, ഹേഴ്സ്, ടാറ്റസ്, ബോട്ടംലെസ് പിറ്റ്, ഇങ്ങനെ പറയുന്ന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മെസോസ്ഫിയർ. ഹേഴ്സ് പാതാളം, പഴയ നിയമ ഭക്തന്മാർ ശരീരം വിട്ട ശേഷം വിശ്രമിച്ച സ്ഥലം. അധമ പാതാളം, ക്രിസ്തുവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ മരിക്കുന്നവർ പോയി കഷ്ടത അനുഭവിക്കുന്ന യാതനാ സ്ഥലം. 2ാം ഭാഗം അതാണ് ആ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ധനവാൻ കിടന്ന സ്ഥലം. അതിനടി അഗാധ കൂപം. അവിടെയാണ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ 2 പത്രോസ് 2 കാണാം. അതേ സ്ഥലത്തേക്ക് തന്നെ ഇവനെയും താഴോട്ടിടുകയാണ്. ശിക്ഷ അവനെ തീർന്നല്ല ശിക്ഷ, അവനെ അവിടെ ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സാത്താന്റെ ശക്തികൾ ഈ ഭൂമിയിൽ നിന്ന് മാറി. പിന്നെ കഥയറിയാതെ നിൽക്കുന്ന ലോക പട്ടാളം, അവർക്ക് എന്ത് സംഭവിക്കും? ലോകത്തിന്റെ മിലിറ്ററിയെ ഇതറിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ കേഡറിലുള്ളവരുണ്ട്, ക്യാപ്റ്റൻ കാണും, മേജർ കാണും, എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് എന്ത് സംഭവിക്കും? സഖറിയ പ്രവചനം 14:12 വായിക്കാം. സഖറിയ പ്രവചനം 14:12. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോവും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാപം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. എന്താണ് യഹോവയാൽ ഒരു പാരാഭാവം? എ പാനിക് ബൈ ഗോഡ്. മഹാപാരാഭാവം. എന്താ? ഇന്നത്തെ നമുക്കറിയാം, ഇന്നത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആണല്ലോ. കമ്പ്യൂട്ടർ സിസ്റ്റം കൺട്രോൾ ചെയ്താണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് യുദ്ധം നടക്കുന്നത്. ദൈവം ഇന്നത്തെ ഭാഷയിൽ നമുക്കത് മനസ്സിലാകും. അന്ന് അദ്ദേഹം 2600 വർഷം മുമ്പ് എഴുതി യഹോവയാൽ ഒരു മഹാപാരാഭാവം. ദൈവം ഇവരുടെ മുഴുവൻ കമ്പ്യൂട്ടറിനകത്തെ വൈറസ് കയറ്റി കാൽക്കുലേഷൻസ് തെറ്റിക്കും. കാൽക്കുലേഷൻസ് തെറ്റിച്ചു കഴിയുമ്പോൾ ആർക്കിട്ട് അടിക്കുന്നത്? അടുത്ത് നിൽക്കുന്നവന്റെ നേരെ നിറയൊഴിക്കും. പ്രൈസ് ദി ലോർഡ്. കയ്യിലിരിക്കുന്ന ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. ആ ആയുധം അവൻ അതിസൂക്ഷ്മമായ എതിർ ക്രിസ്തുവിന്റെ ഉദ്യോഗസ്ഥന്മാർ നിർമ്മിച്ച ചെറിയ ചെറിയ ആറ്റം വസ്തുക്കളാണല്ലോ. ഇത് അടിച്ചു കഴിയുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകും. റേഡിയേഷൻ ഉണ്ടായിട്ട് കണ്ണഴുകുന്നു, മൂക്കഴുകുന്നു, വാഴഴുകുന്നു. 2600 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. അന്ന് റേഡിയേഷൻ എന്ന വാക്ക് അറിയത്തില്ലാർക്കും, പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തുമില്ല. ഇന്ന് നമുക്കറിയാം 945 ഹിരോഷിമയിലും നാഗസാക്കിയിലും നമ്മൾ അത് കണ്ടതാണ്. ഇന്നും അവിടെ 70-75 വയസ്സ് പ്രായമുള്ള ജപ്പാനിൽ പല അപ്പച്ചന്മാരും അമ്മച്ചിമാരും ജീവിക്കുന്നുണ്ട്. അതിലൊരു അമ്മച്ചി ഹിരോഷിമ ദിനത്തിന് ഇന്ത്യയിൽ നമ്മുടെ ന്യൂഡൽഹിയിൽ വന്നതിന്റെ പിക്ചർ കണ്ടു. ആ അമ്മച്ചി അന്നൊരു കൊച്ചുടുപ്പെട്ടി ഒരു പെൺകുട്ടിയായിരുന്നെന്ന് ഈ സംഭവം നടക്കുമ്പോൾ ആ അമ്മച്ചിക്ക് ഇന്ന് മൂക്കില്ല. നമ്മൾ കണ്ടാ ഭയപ്പെടും. മൂക്കിന്റെ സ്ഥാനത്ത് ഒരു വലിയ ദ്വാരമേ ഉള്ളൂ. അമ്മച്ചി അന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞു, ഇന്ത്യക്കാരെ നിങ്ങൾ എന്നെ കണ്ടു നോക്ക്. അന്ന് അമേരിക്ക ഇട്ട ബോംബിങ്ങിൽ എനിക്ക് റേഡിയേഷൻ ഏറ്റതിന്റെ ഭാഗമാണിത്. വേറൊരു അച്ചായൻ കൂടെ ഉണ്ട്. ആ അച്ചായന്റെ മുഖം കണ്ടാൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയാമില്ലായിരുന്നു. റേഡിയേഷൻ ഏറ്റ് പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തതാ. അപ്പോൾ റേഡിയേഷൻ ഏറ്റ് ശരീരം അഴുകും. അത് അന്ന് അദ്ദേഹം സഖറിയ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് കൃപയാൽ നമ്മൾക്ക് മനസ്സിലായി. ഈ ലോക പട്ടാളത്തിന്റെ ശരീരം മുഴുവൻ ജീവനോടെ ഇങ്ങനെ ഒഴുകി താഴോട്ടിറങ്ങും. അങ്ങനെ സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ 3 പൈശാചിക ശക്തികളുടെയും കഥ കഴിയും. ലോകത്തിന്റെ മിലിറ്ററിയുടെയും കഥ കഴിയുമ്പോൾ അർമഗദോൻ യുദ്ധം അവിടെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധം പ്രൈസ് ദി ലോർഡ് അവിടെ തീർന്നു കഴിയുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. വചനം നിവർത്തിക്കാൻ പോവുകയാണ്. എഹെസ്കേൽ 39:17-18 വായിച്ചേ. ഈ വൈറസ് കയറ്റി, കമ്പ്യൂട്ടറിൽ വൈറസ് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് റേഡിയേഷൻ ഏറ്റ് ശവങ്ങൾ കിടക്കും. നോക്കിക്കേ, ഇതെല്ലാം ഭാഗികമായി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഓർത്തോണം, റേഡിയേഷൻ ഏറ്റ ഡെഡ് ബോഡികളാണെന്നൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയൊന്ന് വായിക്കാം 39:17-18.
മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്, നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുക്കുവാൻ പോകുന്ന എന്റെ യാഗത്തിന് നാല് പുറത്തുനിന്നും വന്നുകൂടുവിൻ. പക്ഷികളെയും വിളിക്കാൻ. ഇത് തന്നെ വെളിപ്പാട് 19:17 കാണാം. നിങ്ങൾ ലോകത്തിലെ പ്രൈസ് ദി ലോർഡ് ഈ ബേർഡ് സയൻസ് പറയുന്നത് മനുഷ്യ മാംസം തിന്നുന്ന കഴുകന്റെ ജനസംഖ്യ മറ്റു പക്ഷികളുടെ ജനസംഖ്യ കുറയുമ്പോൾ ലോകത്തിൽ, വിശേഷാൽ മിഡിൽ ഈസ്റ്റിൽ, ഇസ്രായേലിൽ, പശ്ചിമേഷ്യയിൽ, കിഴക്കൻ യൂറോപ്പിൽ എന്ത് കാരണവശാലും അറിയത്തില്ല, മനുഷ്യ മാംസം തിന്നുന്ന കഴുകന്റെ സംഖ്യ 10 മടങ്ങ് വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത്. എന്താണ് ഇതിന്റെ കാരണം? വെളിപ്പാട് പുസ്തകം 19:17-18 വായിക്കാം. 19:17-18. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരുടെയും ദാസന്മാരുടെയും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ. മഹാദൈവത്തിന്റെ അത്താഴം, ഈ യുദ്ധത്തിന്റെ ഫലം അല്ല അത്താഴം. പിന്നെ പ്രഭാതം വരാൻ പോവുക. ആ പ്രഭാതമാണ് സഹസ്രാബ്ദ വാഴ്ച. ഇത് മഹാദൈവത്തിന്റെ അത്താഴമാണ്. അത് കൊടുക്കുകയാണ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം അത്താഴം എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ അവസാനത്തെ ഭക്ഷണമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രഭാതം ബ്രേക്ക്ഫാസ്റ്റാ. ഇത് മഹാദൈവത്തിന്റെ അത്താഴം. ഇനി വരാൻ പോകുന്ന സഹസ്രാബ്ദ യുഗമാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ദൈവത്തിന്റെ നീതി കേട്ടുകൊള്ളുക. എഹെസ്കേൽ 39:12 കൂടെ ഒന്ന് വായിക്കാം. എഹെസ്കേൽ 39:12. 39:8 വരെ ഉള്ളൂല്ലോ. എഹെസ്കേൽ 39:2 1ഉം 2ഉം വായിച്ചേ. 39. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് എപ്രകാരം അരുളി ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ചു നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. സോവിയറ്റ് റഷ്യയായിരിക്കും എതിർ ക്രിസ്തുവിന്റെ പടയാളിക്ക് വേണ്ടി ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കാണിക്കുന്നത്. ഒടുവിലെ ഈ ബോഡികൾ സോവിയറ്റ് റഷ്യ ആയിരിക്കും ഗോഗ് മാഗോഗ്. നമുക്കറിയാം എതിർ ക്രിസ്തു അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരിക്കും. അത് 39:12 ഒന്ന് വായിച്ചേ. എഹെസ്കേൽ 39:12. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്തു തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. 7 വർഷത്തെ മഹോപദ്രവത്തിൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചതിന്റെ പകരമായി ഈ ബോഡികളെല്ലാം അടക്കം ചെയ്യുവാനും അവരുടെ മുഴുവൻ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾക്ക് 210 ദിവസം കൊടുക്കും. അതിന്റെ അടയാളം കൂടെ കാണാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? റേഡിയേഷൻ ഏറ്റുകിടക്കുന്ന ഡെഡ് ബോഡിയാണ് അവിടെ. നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ സ്പർശിക്കാൻ ഒക്കത്തില്ല. സ്പർശിച്ചാൽ റേഡിയേഷൻ ഏൽക്കും. അതിനെ എഹെസ്കേൽ 39:14 ഒന്ന് വായിക്കാമോ? 39:14. അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യവൃത്തിക്കാരെ നിയമിക്കും. മതി. Trained people shall be deployed to clean the land. ഇസ്രായേൽ പരിശീലനം ശ്രദ്ധിച്ച ഭടന്മാരെ അയക്കും ഈ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യാൻ. 5 വർഷങ്ങൾക്ക് മുൻപ് 2016 ശേഷം ബെന്യാമിൻ നെഹന്യാഹു അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പോൾ ഇസ്രായേലിനെതിരായി അടിച്ചാൽ, ഇറാൻ യുദ്ധം ചെയ്താൽ മിസൈൽ വന്ന് ടെല്ലവീവ് എന്ന് പറയുന്ന അവരുടെ തുറമുഖ നഗരത്തിൽ ഇറാന്റെ മിസൈൽ വന്ന് വീണാൽ അവർക്ക് കണക്ക് കൂട്ടിയത് ആദ്യത്തെ മിസൈലിൽ തന്നെ 35,000 പേർ മരിക്കുമെന്ന റേഡിയേഷനേറ്റ്. ഇറാൻ അടിച്ചിട്ടില്ല, അടിക്കത്തുമില്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷനാ. അങ്ങനെ വന്നാൽ ആ ബോഡി എങ്ങനെ ക്ലീൻ ചെയ്യണം? 2016 അവിടുത്തെ ഗവൺമെന്റ് ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ആ വാർത്ത പേപ്പറിൽ വന്നു. ബെന്യാമിൻ നെഹന്യാഹു ആ ട്രെയിനിങ് വീഡിയോയിൽ കൂടെ നോക്കുന്ന ചിത്രം വരെ വന്നു. റേഡിയേഷൻ കിടക്കാത്ത ഒരു വസ്തുവാണ് പ്രധാനമായിട്ടുള്ള 2 വസ്തുവാ. ഒന്ന് പ്രായോഗികമല്ല, കോൺക്രീറ്റ് 7 അടി ഘനം, 2 ലെഡ്.
നമ്മുടെ ഈ റേഡിയേഷൻ റൂമിന്റെ ഒക്കെ വോൾ അല്ലെങ്കിൽ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ആ ഏപ്രിൻ അത് ലെഡാ, റേഡിയേഷൻ ഏൽക്കത്തില്ല. ഇസ്രായേലിലെ പ്രത്യേക മിലിറ്ററി റേഡിയേഷൻ ഏൽക്കാത്ത ലെഡ് കൊണ്ടുള്ള കവചങ്ങൾ ധരിച്ചുകൊണ്ട് ഡെഡ് ബോഡി എടുത്ത് അതിൽ കൃത്രിമമായിട്ട് റേഡിയേഷൻ കയറ്റി വഴികളിലും റോഡിലും ഇട്ടിട്ട് അതിനെ പ്രത്യേക വിധത്തിൽ ഡിസൈൻ ചെയ്ത ബുൾഡോസർ കൊണ്ട് കോരി മാറ്റി അടക്കുന്ന ചിത്രം കണ്ട് എന്താ അവർ പരിശീലിക്കുകയാണ്. ഇറാന്റെ പേര് പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അർമഗദോൻ യുദ്ധത്തിലെ പരിപാടിക്ക് വേണ്ടി അവർ ചെയ്തതാണ്. 2600 വർഷം മുമ്പ് എഗസ്കേൽ പ്രവാചകൻ പറഞ്ഞത് അത് നിവർത്തിക്കത്തക്കവണ്ണം അവർ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഈ ലോകത്തിന്റെ മിലിറ്ററിയുടെ ഈ റേഡിയേഷനേറ്റ സകലതും അവർ അടക്കി സാത്താന്യ ശക്തികളെ മാറ്റി ക്ലീൻ ആയി കഴിയുമ്പോൾ അടുത്തത് നമ്മൾ വളരെ വേഗം പറഞ്ഞു വിടുക. ഞാൻ അതെ അടുത്ത കാര്യമാണ് ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. 3-ാമത്തെ സംഭവം അർമഗദോൻ യുദ്ധം. 4-ാമത്തെ സംഭവം 1000 ആണ്ട് വാഴ്ച നടക്കണമെങ്കിൽ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തണം. വായിക്കാം യെശയ്യാ പ്രവചനം 11:11 വായിക്കാം. യെശയ്യാ പ്രവചനം 11:11 വായിക്കാം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും എലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. 2-ാമത്തെ പ്രാവശ്യം കൈനീട്ടുക. അപ്പൊ ഒരു പ്രാവശ്യം 1-ാം പ്രാവശ്യം നീട്ടിയില്ലേ? ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം പഠിച്ചാൽ കാണാം. പലസ്തീന് തെക്കുള്ള ഡെസർട്ടുകള ഈ ഗൾഫ് പ്രദേശമാ. ഏലാം, സീനാർ, ഇതെല്ലാം ഇറാഖ്, ഈജിപ്റ്റ്, സൗദി അറേബ്യ, കുവൈത്ത് ഇങ്ങനെയുള്ളതായി ഗൾഫ് കൺട്രീസ് ആണ്. അവിടെ നിന്നും കളക്ട് ചെയ്യുമെന്ന് അതാണ് വെളിപ്പാട് 12:14 പറയുന്നത്. ക്രിസ്തുവിന്റെ കാഠിന്യം കൂടുമ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ പോകുവാൻ കഴുകിന്റെ ചിറക് കിട്ടുന്നു, അവളെ അവിടെ പോറ്റി സംരക്ഷിക്കുമെന്ന് വേദപുസ്തകത്തിൽ അന്ന് എഴുതിയത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പ്രസംഗിച്ചാൽ പോലും പരിഹസിക്കുന്നവരുണ്ടായിരുന്നു. ഇന്നത് മാറിയില്ലേ? ഗൾഫിന്റെ സിസ്റ്റം മാറിയത് നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? UAE-യിൽ ഇസ്രായേൽ പൗരന്മാർക്ക് ഇറങ്ങാൻ വിസ വേണ്ട. ഇസ്രായേലിൽ UAE പൗരന്മാർക്ക് പോകാൻ വിസ വേണ്ട. UAE-യിൽ ഇസ്രായേലിന്റെ കോൺസുലേറ്റ് ഉണ്ട്. UAE-യിലെ പല ബിസിനസ്സുകൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. ഈ പാൻഡമിക് സമയത്ത് വളരെയധികം UAE ഉപയോഗിച്ച ടെക്നോളജി ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്. ആരവിടെ ചെന്നാലും UAE-യിൽ ചെന്നാൽ വെളിയിൽ ആ രാജ്യത്തിന്റെ പുറത്തുനിന്ന് ചെല്ലുന്നവർക്കെല്ലാം കയ്യിൽ ഒരു വാച്ച് കൊടുത്തു വിടുന്നു. ആ വാച്ച് കെട്ടിയിട്ട് വേണം അവർ പോകാൻ. ക്വാറന്റൈൻ 10 ദിവസം. ആ വാച്ച് കെട്ടിക്കൊണ്ട് പോയിട്ട് ആ വാച്ച് കയ്യിലാണ്. വീടിന് വെളിയിൽ ഇറങ്ങിയാൽ ആ വാച്ചിനകത്ത് ഒരു ശബ്ദം ഉണ്ടാകും. അത് ഓഫീസിൽ അറിയും. ഏതാണ്ട് 10,000 ദിർഹം പിഴയടിക്കും. ഇതെല്ലാം ഇസ്രായേലിന്റെ ടെക്നോളജിയാണ് കൊടുത്തത്. അത് വെച്ചാണ് അവരെന്താ നോക്കിക്കേ. സൗദിയിലെ രാജാവ് സമ്മതിച്ചു എന്റെ ആകാശത്തിന്റെ മുകളിൽ കൂടി ഇസ്രായേൽ പ്ലെയിൻ പറന്നുകൊള്ളാൻ. ഏറ്റവും വൈരാഗ്യമായിരുന്ന സൗദി അറേബ്യ അവര് മാറി. ഇന്ന് ഇറാൻ ഒഴിച്ചു ബാക്കി മുഴുവൻ ഗൾഫ് കൺട്രികളുടെയും ഇസ്രായേലിനോടുള്ള മനോഭാവം മാറിയപ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളുക, ഈ സംഭവമാണ് മഹോപദ്രവത്തിൽ അവരെ 2-ാം പ്രാവശ്യം കൈനീട്ടും. 1-ാം പ്രാവശ്യം കൈനീട്ടിയത് 1948 മെയ് 14. 1-ാം പ്രാവശ്യം കൈനീട്ടി ഇന്ത്യയിലെ കൊച്ചിയിൽ നിന്ന് വരെ വന്നു. 2-ാം പ്രാവശ്യം അർമഗദോൻ യുദ്ധം കഴിഞ്ഞ് യെശയ്യാവ് 10:20 വായിക്കാം. യെശയ്യാവ് 10:20 വായിക്കാം. അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. പരമാർത്ഥമായി യഹോവയെ ആശ്രയിക്കും. എങ്ങനെ ആശ്രയിക്കും? 12:10 വായിക്കാം. സക്രിയാവ് 12:10 13:6 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സക്രിയാവ് 12:10 13:6. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടിലേക്ക് അവർ നോക്കും. 13:6 വായിക്കാം. 13:6. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നെന്ന് പറയും. തോമസിനോട് നിന്റെ വിരലിന്റെ വിലാപ്പുറത്തിടുക എന്ന് പറഞ്ഞ കർത്താവെ, ഈ തങ്ങളെ രക്ഷിച്ച രക്ഷകനാര് അഭയാർത്ഥികളായി ഉടുത്ത വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രമില്ലാതെ മഹോപദ്രവത്തിൽ എതിർ ക്രിസ്തുവിന്റെ പീഡ സഹിക്കാതെ
രാത്രിക്ക് രാത്രി ഓടിപ്പോയി, ഒന്നുമില്ലാത്തവരായി പോയി, ഒരു നിർധനരായി ഓടിപ്പോയ യഹൂദഗണ ഇസ്രായേൽ അഥവാ യേശുക്രിസ്തുവിനെ മുദ്രയേൽക്കാതെ അവനെ നമസ്കരിക്കാതെ റെസിസ്റ്റ് ചെയ്തവർ മാത്രം, അല്ലാത്തവർ പോയി. അങ്ങനെയുള്ളവർ തിരിച്ചവരെ വിളിക്കുകയാണ് കർത്താവ് മടങ്ങി വരാൻ. തങ്ങളെ രക്ഷിച്ച രക്ഷകൻ ആരാ? ഇത് ആരാണെന്ന് നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കുത്തിയങ്കുലേക്ക് നോക്കും, പ്രൈസ് ദി ലോർഡ്, ആ വിലാപ്പുറം കാണും, കാണിപ്പാടുള്ള കരത്തിന്റെ ദർശനം കാണുമ്പോൾ മനസ്സിലാകും പിതാക്കന്മാർ ക്രൂശിച്ചത് തച്ചനെ അല്ല, കർത്താവായ യേശുവിനെയാ. ക്രിസ്ത്യാനികൾ ഇന്ന് പറയുന്ന യേശുവിനെയാ, ക്രൈസ്തവർ ഇന്ന് ആരാധിക്കുന്ന യേശുവിനെയാ. സക്രിയാപ്രവചനം വായിച്ചാൽ കാണാം, ഓരോ ഗോത്രം കുലം കുലമായി നെടുമ്പാട് വീണ് കിടന്ന് നിലവിളിക്കുമ്പോൾ സ്നേഹനിധിയായ കർത്താവെ ഒരു മകനെ ആശ്ലേഷിക്കുന്നത് പോലെ അവരെ ആശ്ലേഷിക്കുമ്പോൾ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം നടക്കും. അതെ, അർമഗദോൻ യുദ്ധം കഴിയുമ്പോൾ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം നടത്തിയിട്ട് അഞ്ചാമത്തെ പരിപാടി വെളിപ്പാട് 20-ന്റെ 1 വായിക്കാം. വെളിപ്പാട് 20-1. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അടുത്ത വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. സ്തോത്രം. വായിച്ചു. വർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇതാണ് ഫസ്റ്റ് റിസറക്ഷൻ. നമ്മൾ ചിന്തിച്ചതാണ്. റാപ്ചർ എന്ന മഹാസംഭവത്തിന് ശേഷം ലോകത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം ക്രൈസ്തവർ കാണും. ബാക്കി യഹൂദന്മാരുണ്ട്. എതിർ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവന്റെ മുദ്ര ഏൽക്കുവാനും അവനെ നമസ്കരിപ്പാനും അവൻ ദൈവമെന്ന് അംഗീകരിക്കാനും ഇസ്രായേൽ മടിച്ച് ചെറുക്കുന്ന ഒരു വിഭാഗം കാണും. ഒരു വിഭാഗം ഇസ്രായേൽ, വിശേഷ ദാൻ ഗോത്രക്കാർ, അവന്റെ കൂടെ കൂടാൻ സാധ്യത. ബാക്കി യഹൂദന്മാർ അവർക്ക് ഏറ്റവും നിഷിദ്ധമായ വിഗ്രഹ ആരാധനയും ഈ ശരീരത്തിൽ പാടയേൽപ്പിക്കുന്ന പരിപാടിയും എതിർത്തിവൻ കള്ളനാണെന്നും അതോടൊപ്പം അവൻ ദേവാലയത്തിൽ കയറിയിരിക്കുമ്പോൾ അവരുടെ വിശുദ്ധമായ ദേവാലയത്തിൽ ഇവൻ കയറി ഞാൻ ദൈവം എന്ന് പറയുമ്പോൾ യഹൂദൻ എതിർക്കുമ്പോൾ യഹൂദന്മാരെ വെടിവെച്ചു കൊല്ലുന്ന രക്തസാക്ഷികൾ 1. യേശുവിന്റെ 2. യേശുവിന്റെ സാക്ഷ്യ നിമിത്തം തലഛേദിക്കപ്പെട്ടവർ. നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവ ലോകത്തിലായിട്ട് കൃപയിൽ നിന്നും അകന്നുപോയവർ, സത്യം മനസ്സിലാക്കാതെയോ കൃപ മനസ്സിലാക്കാതെയോ റാപ്ചറിൽ ഉൾപ്പെടാതെ കൈവിടപ്പെട്ടു പോയ ക്രൈസ്തവരിൽ ഒരു നല്ല വിഭാഗത്തിന് ബോധ്യപ്പെടും, ഇത് ചതിവായി പോയി, ഇവൻ കള്ളനാണ്, റാപ്ചർ കടന്നു കഴിഞ്ഞുപോയി. പ്രിയമുള്ളവർ, നമ്മൾ പലരെയും നമ്മളെ കാണാതിരിക്കുന്ന ഒരു ലോകം അവർക്ക് മനസ്സിലാകും. അയൽവക്കത്തെ വീട്ടിലെ എക്സിനെ കണ്ടില്ല, ഇപ്പുറത്തെ വയ്യെ കണ്ടില്ല. അപ്പോൾ മനസ്സിലായി സംഗതി കഴിഞ്ഞുപോയി. അവർക്കിത് മനസ്സിലായി, ഇത് റാപ്ചർ കഴിഞ്ഞു, മഹോപദ്രവമായി, ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടുകയില്ല, ഇവനെ നമസ്കരിക്കത്തില്ല എന്ന് പറഞ്ഞ് മഹാപീഡ അനുഭവിക്കും. അതാണ് വെളിപ്പാട് 7:9 കാണുന്നത്. സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയുള്ള ഒരു വലിയ വിഭാഗം, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപമോചനം ലഭിക്കുവാൻ മനുഷ്യവർഗത്തിന് അവസാനത്തെ ഡേറ്റ് റാപ്ചർ വരെയാ. അപ്പോൾ ഇവർ റാപ്ചറിൽ അന്ന് യേശുവിന്റെ രക്തത്തിൽ പ്രൈസ് ദി ലോർഡ് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ടോ ഏതോ കാരണത്താൽ കൈവിടപ്പെട്ടു പോയവരാ. അവരും ഒരു നല്ല വിഭാഗം രക്തസാക്ഷികളാകും. അവരെയും നമ്മളോടൊപ്പം വാഴാൻ കർത്താവ് ഉയർപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാ, അവരെ വാഴാൻ ഉയർപ്പിക്കുമെങ്കിലും ഇന്നത്തെ ദൈവമക്കളുടെ കാന്ത എന്ന പദവി ലഭിക്കത്തില്ല. വെളിപ്പാട് 27 കാണാം, ഒരു ഇടയനും ആടും തമ്മിലുള്ള സ്റ്റാറ്റസേ കിട്ടത്തുള്ളൂ. ഇതാണ് ഒന്നാം പുനരുദ്ധാനം. ഇത് കഴിയുമ്പോൾ 6ാമത്തെ സംഭവമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ച. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈ കാര്യത്തെ 6 പ്രാവശ്യം പറഞ്ഞെങ്കിൽ പ്രവചനത്തിൽ നിരവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും 4 പ്രവാചകന്മാർ വ്യക്തമായി ഇതന്ന് പറഞ്ഞു.
അതുകൂടെ നമുക്കൊന്ന് നോക്കാം. വായിക്കാം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 1-ാം വാക്യം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഇന്ന് വരെ നീതിയോടെ വാണ ഒരു രാജാവിന്റെ ചരിത്രം ഒരിടത്തുമില്ല. ഒരു രാജാവിന്റെ ചരിത്രം ഒരിടത്തുമില്ല. വലിയ നീതി നടത്തിയ ശലോമോന്റെ നീതി പൊളിഞ്ഞു പോയത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ എന്ന് പറയുന്ന ജ്ഞാനികളുടെ ജ്ഞാനി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പുള്ളിയായിരുന്നല്ലോ നീതി നടത്തിയത്. പുള്ളിയുടെ നീതി പൊളിഞ്ഞതാണ് അപ്പുറത്തെ വേറൊരു ക്ഷേത്രം കയറി വന്നത്. അപ്പോൾ ഇന്ന് വരെ ആരും നീതിയോടെ ഭരിച്ചിട്ടില്ല. ഒരു രാജാവ് ഭരിക്കും. വീണ്ടും വായിക്കാം. ദാനിയേൽ പ്രവചനം 2:44 2600 വർഷങ്ങൾക്ക് മുൻപേ ഇതൊന്നും അറിയാൻ മേലാത്ത കാലത്താണ് അദ്ദേഹം അത് എഴുതിയത്. വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അന്ന് എഴുതി. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഏതാ? ഇരുമ്പും കളിമണ്ണും കൊണ്ട് ചേർന്ന് സങ്കരഭരണം നടക്കുന്ന കാലത്തെ, പല സംസ്കാരമുള്ളവർ അധികാര കസേരയ്ക്ക് വേണ്ടി ഒന്നിച്ചുകൂടിയിരുന്ന് കടിപിടി കൂടി ഭരിക്കുന്ന കാലത്തെ സ്വർഗസ്ഥനായ ദൈവം ഒരു ആളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കും. വീണ്ടും അതേ ദാനിയേൽ പ്രവാചകൻ വ്യക്തമായ സൂചന 1000 ആണ്ടിന്റെ നൽകുന്നു. ദാനിയേൽ 9:24 വായിക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും. പാപമില്ലാത്ത ഒരു ലോകം. അതാണ് പാപമില്ല. അതിക്രമത്തെ മുഴുവൻ തടസ്സം ചെയ്യും. പാപമില്ലാത്ത ഒരു ലോകം. അടുത്ത വാക്യം. മുദ്രയിടുവാനും പ്രാശ്ചിത്തം ചെയ്ത അത് കർത്താവിന്റെ ക്രൂശി മരണം. അടുത്ത വാക്യം. ദർശനവും പ്രവചനവും മുദ്രയിടുവാനും. പ്രവചനവും ദർശനവും ആവശ്യമില്ലാത്ത ഒരു കാലം. ഇന്ന് പ്രവചനമുണ്ട്. ഇന്ന് പ്രവചനം ആവശ്യമാണ്. കർത്താവ് സഭയിൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ പ്രവാചകന്മാരുണ്ട്. അന്ന് പ്രവചനം വേണ്ട, അന്ന് ദർശനം വേണ്ട. കാരണം തമ്പുരാൻ കൂടെയുണ്ട്, കർത്താവ് കൂടെയാ. അതുകൊണ്ടന്ന് പ്രവചനം വേണ്ട. ഇതാണ് 1000 ആണ്ട്. പഴയ നിയമം അവസാനിക്കുമ്പോൾ മാലാഖി പ്രവാചകൻ കർത്താവിന്റെ 1000 ആണ്ടിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകിയാണ് പഴയ നിയമം അവസാനിക്കുന്നത്. മാലാഖി 4:2 വായിച്ചേ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. ഇതാണ് യേശുവിന്റെ രാജ്യത്വം. ഇനി വളരെ വേഗം ഒരു കാര്യം കൂടെ നമ്മൾ കയറുകയാണ്. ഒരു ചെറിയ വാക്കിനകത്തൊരു സംശയം, ആശയക്കുഴപ്പം പലപ്പോഴും വരും. അതെന്താണെന്നൂടെ കൃപയാൽ ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 പദങ്ങൾ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട്. ആ 2 പദങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. സത്യത്തിൽ 2 ഒന്ന് തന്നെയാ, എങ്കിലും അല്പം വ്യത്യാസമുണ്ട്. 1 സ്വർഗരാജ്യം, 2 ദൈവരാജ്യം. ഇത് 2 നമ്മൾ പറയുന്നതാ, നമ്മൾ പ്രാർത്ഥിക്കുന്നതാ, നമ്മൾ പാടുന്നതാ. എന്താണ് ഈ സ്വർഗരാജ്യം, ദൈവരാജ്യം? ഇത് ദൈവമക്കളെ, ഇതൊരു ഞാൻ വലിയ ആഴമായിട്ട് പറയാനല്ല, വേറെ മറ്റു ഭാഷകളുടെ വാക്കർത്ഥമോ ഗ്രീക്കർത്ഥമോ ഒന്നും എടുത്ത് പറയാനല്ല, മനസ്സിലാകത്തക്ക രീതിയിൽ മാത്രം ലളിതമായി പറയാൻ. എന്താണ് ഈ സ്വർഗരാജ്യം, ദൈവരാജ്യം? പുതിയ നിയമത്തിൽ പ്രൈസ് ദി ലോർഡ് ആദ്യമേ ആരംഭിക്കുന്നത് സ്വർഗരാജ്യം പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാന്റെ പ്രസംഗം നോക്കിക്കേ, വായിച്ച യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷം 3:2 വായിച്ചേ. മത്തായി 3:2. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മതി, അതാ യോഹന്നാന്റെ പ്രസംഗം. ഇനി കർത്താവിന്റെ പ്രസംഗം എങ്ങനെയാ? മർക്കോസ് 1:15 വായിച്ച്. മർക്കോസ് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കർത്താവ് പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറഞ്ഞു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇത് 2ന്റെ തമ്മിൽ ചില വ്യത്യാസമുണ്ട്. അത് പറയാനായിട്ടാണ്. എന്താണ് സ്വർഗം, സ്വർഗരാജ്യം? എന്താണ് ദൈവരാജ്യം? അത് വേഗം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഇന്ന് നിർത്താം. ബാക്കി നമുക്ക് നാളെ തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഈ സ്വർഗരാജ്യം എന്നും പറഞ്ഞ് യോഹന്നാൻ പറയാൻ കാരണം, അതിന് 600 വർഷം മുമ്പ് ഇസ്രായേലിന്റെ രാജ്യം നഷ്ടപ്പെട്ടു പോയി. യോഹന്നാന്റെ കാലത്തെ യഹൂദന്മാരുടെ ഒരു വലിയ ആവേശം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കണമെന്ന്. അതിന് പ്രത്യേക തീവ്രവാദ സംഘടനകൾ വരെ ഉണ്ടായിരുന്നു അന്ന്, റോമൻ ചക്രവർത്തിയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ. അതിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ എരിവുകാരൻ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ശീമോൻ. അതിൽപ്പെട്ട ആളായിരുന്നു. എങ്ങനെയും അധികാരം പിടിച്ചെടുക്കണം. ഇങ്ങനെ ഒരു അധികാരം പിടിച്ചെടുക്കണം എന്ന് പറയുമ്പോഴാണ്
യോഹന്നാൻ ആ അർത്ഥത്തിൽ പറഞ്ഞു കൊടുത്തു, ഈ ലോകത്തിന്റെ രാജ്യമൊന്നും അല്ല സ്വർഗരാജ്യം സമീപിച്ചെന്ന്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ. സ്വർഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ശാസ്ത്രത്തിൽ തിങ്സ് അപ്വേർഡ്സ്, മേലിലുള്ളത്. എന്നാൽ വേദപുസ്തകത്തിലെ അർത്ഥം സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവം നിവസിക്കുന്ന സ്ഥലം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ പുറപ്പാട് പുസ്തകം 20 ചില വാക്യങ്ങൾ മാത്രം. പുറപ്പാട് 20:22 ഒന്ന് വായിച്ചേ. ഒരാളെ അപ്പോൾ യഹോവ മോശെയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു. ആവർത്തനം 26:15 എന്ന് വായിച്ചേ. ആവർത്തനം 26:15. നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന്. എത്ര ക്ലിയറാ! യഹോവയുടെ വാസസ്ഥലമാണ് സ്വർഗം. ഇനിയും 2 ദിനവൃത്താന്തം 6:27 എന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 6:27. നീ സ്വർഗത്തിൽ നിന്ന് കേട്ട്. നീ സ്വർഗത്തിൽ നിന്ന് കേട്ട്. ഇതെല്ലാം സ്വർഗം, ദൈവത്തിന്റെ സ്ഥലം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എങ്ങനെയാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ഒരു പ്ലേസാ, ദൈവം വസിക്കുന്ന സ്ഥലം. ഇനി ദൈവരാജ്യം എന്ന് പറഞ്ഞതോ, ദൈവം എന്ന് പറയുന്ന ഒരു പ്ലേസ് അല്ല, ഒരു പവറാ, ഒരു ശക്തിയാ. സ്വർഗം ഒരു പ്ലേസ്, ദൈവം ഒരു ശക്തി. അപ്പോൾ ഒരു പ്ലേസാ സ്വർഗരാജ്യമെങ്കിൽ അതിന്റെ ആത്യന്തികമായ അർത്ഥം നമ്മളുടെ നിത്യത സ്വർഗത്തിൽ. നമ്മളുടെ നിത്യത സ്വർഗത്തിൽ. അതാണ് സ്വർഗരാജ്യം. നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ പോകുന്നു. സ്വർഗരാജ്യം ഇത് രണ്ടും ഒന്നാ, ചെറിയ വ്യത്യാസം. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നതിന് വേറൊരു വ്യത്യാസമുണ്ട്. എന്താന്ന് ചോദിച്ചെന്നാൽ ഞാനൊരു നല്ലൊരു ഉദാഹരണത്തിൽ ഞാനത് പറഞ്ഞു കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം നാട് നമ്മുടെ ആൻഡ്രൂസ് ഭാഷയുടെ നാടാ, കോട്ടയത്തെ പുതുപ്പള്ളിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് എവിടാന്നറിയാമോ? തിരുവനന്തപുരത്താ. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടുപേരെങ്ങനെയാണെന്നറിയാവോ? പുതുപ്പള്ളി ഹൗസ് എന്നാ. തിരുവനന്തപുരത്ത് ആള് പുതുപ്പള്ളിക്കാരനാ, പക്ഷെ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസാ. എന്താ? പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിൽ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ തരിക. തത്വത്തിൽ രണ്ട് സ്ഥലമാണെങ്കിലും സംഗതി ഒന്നാം. വേണ്ട, ഇന്ത്യ ഒരു പരമാധികാര ഡെമോക്രാറ്റിക് കൺട്രിയാ. പക്ഷെങ്കിൽ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം അമേരിക്കയുടെ കോൺസുലേറ്റും അമേരിക്കയുടെ കൊടിയും കാണാം. ആ സ്ഥലവും ആ ബിൽഡിങ്ങും ഇന്ത്യയിലാണെങ്കിലും അത് അമേരിക്കയുടെ സ്വന്തമാണ്. അതിനകത്തെ ലോ മുഴുവൻ അമേരിക്കൻ ലോയാ. ഇവിടുത്തെ ഫെസ്റ്റിവലിന് അവിടെ അവധിയുണ്ട്. അവിടെ അമേരിക്കയുടെ ഫ്ലാഗ് അവിടെ ഉണ്ട്. ഇവിടുത്തെ നിയമമാണ് അതിനകത്തെ. അവിടെ ശനിയും ഞായറും എല്ലാം അവധിയാ, വീക്കെൻഡ്. ഇവിടുത്തെ ലോയാ. അപ്പോൾ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാകുന്ന ഓഗസ്റ്റ് 15 അവിടെയും അവധി കൊടുക്കും. എന്താ? അത് ആ സ്ഥലത്തായതുകൊണ്ടാ. സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ നിത്യത ചെലവഴിക്കുന്ന സ്ഥലം. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ, കർത്താവ് ആധികാരികമായിട്ട് പറഞ്ഞു. എന്താ? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഇനി ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഏറ്റവും ആധികാരികമായ വാക്യം മത്തായിയുടെ സുവിശേഷം 26:29 ഒന്ന് വായിക്കാം. അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ബാക്കി നാളെ നമുക്ക് തുടരാം. മത്തായിയുടെ സുവിശേഷം 26:29. മത്തായിയുടെ സുവിശേഷം 26:29. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് നമുക്ക് വേണ്ടി കർത്തൃമേശ നിർവഹിച്ച രാത്രിയിൽ കർത്താവ് മുന്തിരി വീഞ്ഞ് ചാറ് കുടിച്ചു പറഞ്ഞു, ഇനിയും ഞാനിത് കുടിക്കുന്നത് നിങ്ങളോടുകൂടെ കുടിക്കത്തുള്ളൂ. അതിനുശേഷം ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് കർത്താവ് വെള്ളം കുടിച്ചില്ല. ക്രൂശിൽ കിടന്ന് ദാഹിച്ചു, വീഞ്ഞു കൊടുത്തു, താൻ സ്പീഡ് ചെയ്ത് കളഞ്ഞു, കുടിച്ചില്ല. കർത്താവ് മുന്തിരിച്ചാർ കുടിക്കും, നമ്മളോടൊപ്പം കുടിക്കും. മുന്തിരി എന്ന് പറയുന്നത് സ്വർഗത്തിൽ മുന്തിരിച്ചെടിയും പള്ളിയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരോട് പശുവുണ്ട്, കാളയുണ്ടെന്നൊന്നുമില്ല, അവിടെ പ്ലാന്റ്സ് ഒന്നുമില്ല. അപ്പോൾ മുന്തിരി എന്ന് പറയുന്ന ഒരു അനുഭവം ഈ ഭൂമിയിലെ ഒരു പ്ലാന്റ് ആണ്, അല്ലേ? ഈ ഭൂമിയിലെ ഒരു പ്ലാന്റ് ആണ് മുന്തിരിവള്ളി. കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് കുടിക്കും, അപ്പോൾ അത് ഈ ഭൂമിയിലാണ്. അപ്പൊ പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യം, അതാണ് സഹസ്രാബ്ദ രാജ്യം, അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യവും ദൈവരാജ്യവും തത്വത്തിൽ ഒന്നാണെങ്കിലും ചെറിയ രണ്ട് വ്യത്യാസമുണ്ട്. യഥാർത്ഥ സ്വർഗരാജ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ഗിരിപ്രഭാഷണം മുഴുവൻ എന്താ? സ്വർഗരാജ്യം. അത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള